പോലീസാണെന്ന് കരുതി എന്തു തോന്നിയാസം കാണിക്കാമെന്നൊരു നിയമം ഈ നാട്ടിലില്ല. കൊല്ലം കുണ്ടറയിൽ ഒരു പയ്യനെ കാണാതാവുകയും വെറും സംശയത്തിന്റെ പേരിൽ മാത്രം അയൽക്കാരനായ സിയാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളെ പോകുന്ന വഴിക്ക് ജീപ്പിലും വെച്ച് മർദ്ദിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിലിട്ടും മർദ്ദിച്ചു. ചോദിക്കാൻ ചെന്ന വീട്ടുകാർക്കും കാരണം കൊടുക്കാതെ അവസാനം ഓടിപ്പോയ പയ്യൻ തിരിച്ചു വന്നപ്പോ വിട്ടുകൊടുത്തു. ശേഷം എന്താ സംഭവിച്ചത്? ഒരു മാസ കാലയളവിൽ ചികിത്സയ്ക്കൊടുവില് സിയാദ് എന്ന് പറയുന്ന വ്യക്തി നട്ടലിനുണ്ടായ ഒരു അണുബാധ മൂലം മരണപ്പെട്ടു. നമ്മുടെ എല്ലാവരും മനസ്സിന് വിഷമിപ്പിച്ചൊരു ഫോൺ കോൾ ആയിരുന്നു സിയാദിന്റെ മകള് SIയോട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമുണ്ട്. ആഭ്യന്തരമന്ത്രിയോട് തന്നെയാണ് ചോദിക്കുന്നത്, എന്ത് പോലീസാണ് നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, തൂഫാനൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ തൂഫാന്റെ പേരിൽ എപ്പോഴും നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയും ചില കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൺട്രോളിലല്ലേ, നിങ്ങളുടെ പോലീസല്ലേ. നിങ്ങൾ ഇതിനെതിരെ തക്കതായ നടപടി എടുക്കണം. ആ മകൾക്ക്, അമ്മയ്ക്ക്, ആ കുടുംബത്തിന് വേണ്ടുന്ന നീതി വാങ്ങിക്കൊടുക്കണം. ആ ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനെ പോലീസിന് തന്നെ പുറത്താക്കണം. എന്തിനാണ് സിയാദിനെ മർദ്ദിക്കുന്നത് എന്ന് കാണാതെ പോയ ആ പയ്യന്റെ അച്ഛന്റെ ചോദ്യത്തിന് പോലും ശ്രീജിത്തിന്റെ മറുപടി, നിങ്ങളുടെ മകൾ പാർവതിയുടെ കംപ്ലൈന്റ് ആയിരുന്നു, പാർവതി പറഞ്ഞു അടിക്കണമെന്ന്. 16 വയസ്സ് വരുന്ന ഒരു കുട്ടിയുടെ കംപ്ലൈന്റില്, 16 വയസ്സ് വരുന്ന ഒരു കുട്ടിയുടെ അഭ്യർത്ഥനയില് ഒരു പോലീസുകാരൻ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൽ നേരിടുന്ന ഒരു വ്യക്തിയെ ജീപ്പിൽ വെച്ച് മർദ്ദിക്കുക, ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് മർദ്ദിക്കുക, അതിനുശേഷം വിട്ടയക്കുക. ഇപ്പൊ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ അവർക്ക് ആർക്കും ഇതിലേക്കാൻ താല്പര്യമില്ല. ഇപ്പൊ പറയുന്നതെല്ലാം സിയാദിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, സിയാദിന് മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നു, അത് കാരണമാണ് സിയാദ് മരണപ്പെട്ടതെന്ന്. ശരിയാണ്, സിയാദിന് രോഗങ്ങൾ ഉണ്ടായിരുന്നു. രോഗിയായ സിയാദിനെ പിന്നെ നിങ്ങൾ എന്തിനാണ് മർദ്ദിച്ചത്? അതാണ് ചോദ്യം. സിയാദ് രോഗിയാണെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? നിങ്ങൾ മർദ്ദിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം സിയാദിന് രോഗങ്ങൾ ഉണ്ടെന്ന്. കാരണം സിയാദിന്റെ മകള് നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ അച്ഛൻ ഒരു രോഗിയാണ്, എന്റെ അച്ഛനെ ഉപദ്രവിക്കരുത്, എന്റെ അച്ഛനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? പക്ഷെ നിങ്ങൾ അതൊന്നും ചെവി കൊണ്ടില്ല. എന്തിനാ? 16-കാരിയായ ഒരു പെൺകുട്ടിയുടെ പരാതിമേലാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ സാഹചര്യത്തിനൊത്ത് നിങ്ങളുടെ ചുരുക്ക് തീർത്തതാണ്. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, 16 വയസ്സ് മാത്രം പ്രായമുള്ള, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരു ലേഡി കോൺസ്റ്റബിൾ പോലും ഇല്ലാതെ പാതിരാത്രിക്ക് ജീപ്പിലേക്ക് കയറ്റി ഈ പ്രതിയെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സിയാദിന്റെ വീട്ടിലേക്ക് വീട് കാണിച്ചു തരാനായിട്ട് നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് കൊണ്ടുപോയത്? ഇതിനൊക്കെ ശ്രീജിത്ത് ഉത്തരം തരണം. കാരണം നിങ്ങൾ പോലീസാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ല. വർഷങ്ങൾക്ക് മുൻപ് കുറെ പോലീസുകാരുടെ കൈത്തരിപ്പിന് വേണ്ടിയിട്ട് ഒരു പാവം സാധാരണ യുവാവിനെ ലോകമർദ്ദനത്തിലൂടെ കൊലപ്പെടുത്തി അയാളുടെ സഹോദരൻ വർഷങ്ങളോളം നീണ്ട സമരത്തിലാണ്. ഇന്നും ഈ കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തൂടെയും ഒരു ചെറിയൊരു ഉരുട്ടുവണ്ടിയും തള്ളിക്കൊണ്ട് അയാൾ നടക്കുകയാണ് പ്രതിഷേധമായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അയാൾ കുറെ നാള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായിരുന്നു കിടപ്പ്. ശവപ്പെട്ടിയിൽ കിടന്നു നോക്കി, അല്ലാതെ കിടന്നു നോക്കി, സമരം ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. കണ്ണീച്ചോരയില്ലാത്ത ഒരു സമൂഹമാണ് കേരളത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം. അത് മാറ്റാൻ സാധിക്കുന്നത് ഈ ഭരണകൂടത്തിന് മാത്രമാണ്. നിങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം അവരൊക്കെ പോരാടുന്ന നീതിക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസുകാരൻ പോലീസിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ജനങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.